Hello, good morning. Welcome to the second chapter of Liechtenstein. അതെ, ഇപ്പം ലിസ്റ്റൻസ്റ്റൈനിലല്ലേ കിടന്നുറങ്ങുന്നത്. ഞാൻ സ്വിറ്റ്സർലാൻഡിൽ സെവലൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എന്തുകൊണ്ടാണ് ഇവിടെ കിടന്നുറങ്ങുന്നതെന്ന് വെച്ചാൽ വഡൂസ്, ലിസ്റ്റൻസ്റ്റൈൻ്റെ ക്യാപിറ്റലായ വഡൂസിൽ നിന്ന് വെറും 20 മിനിറ്റ്സേ ഉള്ളൂ സെവലനിലേക്ക്. പിന്നെ ഇവിടെയാണ് എയർബിഎൻബി ചീപ്പറായിട്ട് കിട്ടിയത്. നമുക്ക് കിട്ടിയ എയർബിഎൻബി എന്താണെന്നറിയോ? ഒരു ഓൾഡ് ഫാം ഹൗസ് ഒരു ഫാമിലി റെനോവേറ്റ് ചെയ്ത് എയർബിഎൻബി ആക്കി. ഇതാ ഇത്ര അടിപൊളി ലുക്കിൽ. നേരം വെളുത്തതല്ലേ, ഒന്നും പല്ലും തേച്ച് മുഖമൊക്കെ ഒന്ന് കഴുകിയേക്കാം. അതിന് വേണ്ടിയിട്ട് പാട്ടൊക്കെ കേട്ട് മുഖമൊക്കെ കഴുകാൻ വേണ്ടി ചെന്നതാണ്. സത്യം പറഞ്ഞാൽ ഈ ബാത്റൂമിൻ്റെ ഭംഗി കൊണ്ടാണ് ഈ ബാത്റൂമിൽ മുഖം കഴുകുന്ന വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ചത്. ഇപ്പം തിരിച്ചെടുത്ത് നോക്കുമ്പോഴാണ് മനസ്സിലായത്, ഞാൻ എൻ്റെ മുഖം എന്തോരൊരെയാണ് ഭഗവാൻ. ഒരച്ച് ഇങ്ങനെ പോയാൽ എനിക്കധികം താമസിക്കാതെ മുഖം ഉണ്ടാവില്ല. ഏതോ ഒരു വീഡിയോയിൽ ഏതോ ഇൻഫ്ലുവൻസർ പറയുന്നുണ്ട് 30 സെക്കൻഡ് ഉരയ്ക്കണം എന്ന്. അത് അവസാനം കഴുകി, അയ്യോ എൻ്റെ അമ്മ. എന്താണേലും ഞാൻ ഈ കഴുകിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ രണ്ടവന്മാർ വലിയ പ്രാക്ടീസായി. ഏതോ പരിപാടിക്ക് കോള് കിട്ടിയ പോലെ ഫുൾ സാരി. ഒരുത്തൻ ഗിറ്റാറ്, പിന്നെ മറ്റവൻ ആ നീലിൻ്റെ കയ്യിലുള്ളത് ടങ് ഡ്രം എന്നെന്തോ അല്ലേ എൻ്റെ പേര് പറയുന്നത്. അത് നല്ല സമാധാനമുള്ള സൗണ്ട് കേട്ടോ. അതിന് നല്ലൊരു ഭംഗിയുള്ള സൗണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവന്മാരുടെ ഈ ഒരാളുടെ ഗിറ്റാർ വായനയും മറ്റേയാളുടെ ഈ ഡ്രം വായനയൊക്കെ കേട്ട് ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നെങ്കിലും, പക്ഷേ എനിക്ക് കടുങ്കാപ്പി ഇല്ലാതെ എനിക്കൊരു ദിവസം നേരം വെളുക്കൂല. അപ്പോൾ അതുകൊണ്ട് എവിടെ പോയാലും കട്ടൻ കാപ്പി പൊടിയായിട്ടാണ് ഞാൻ പോവുക. അപ്പം അന്നും രാവിലെ എഴുന്നേറ്റ് ഞാൻ കട്ടൻ കാപ്പി, എനിക്കുള്ള കട്ടൻ കാപ്പി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന്മാരുടെ പരിപാടിയൊക്കെ അവിടെ വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ കട്ടൻ കാപ്പിയും റെഡി ആവുന്നുണ്ട്. ഈ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് മെല്ലനെ കുറച്ച് നേരം ഇരുന്ന് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ വീട് ഒരു ഫാമിലി റെനോവേറ്റ് ചെയ്തതെന്ന്. അയാളും അലക്സ് എന്നാണ് അയാളുടെ പേര്. അയാളും അയാളുടെ ഫ്രണ്ട്സും കൂടെയാണ് ഈ ഫാം ഹൗസ് ഇത്ര അടിപൊളിയാക്കി മാറ്റിയത്. എന്തിനാണെന്ന് വെച്ചാൽ അലക്സിൻ്റെ ഫാമിലിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അലക്സും വൈഫും ഒരു കുഞ്ഞു മോളും, അവർക്ക് 2 പട്ടിക്കുട്ടികൾ, ഒരു പൂച്ചക്കുട്ടി, അങ്ങനെ ഒരു വലിയൊരു ഫാമിലി. അവരെല്ലാവരും ഇവിടെയാണ് താമസിക്കുന്നത്. ഗസ്റ്റ് വരുമ്പം മാത്രം അവർ മാറിയിട്ട് വെളിയിലൊരു ക്യാരവാനിൽ താമസിക്കും. അതുകൊണ്ട് തന്നെ ഈ വീട് ഭയങ്കര ഭംഗിയാണ്. കുട്ടിയുടെ ഫുൾ ടോയ്സും. അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നീല് നല്ലോണം എൻജോയ് ചെയ്തു. നമ്മൾ പോകുന്നവരെ ഇവിടെ ടൈംസ് ഈ 9:30 ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇറങ്ങണ്ടേ. അതുവരെ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യണോ അതോ വില്ലേജൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നടക്കണോ? ഇറ്റ്സ് അപ് ടു യു ആൻഡ് അപ്പ. പറഞ്ഞോ, അമ്മയ്ക്ക് രണ്ടും ചെയ്യാവോ? അപ്പൊ നമുക്കൊരു ഹാഫ് ആൻ അവർ വെളിയിൽ ഒന്ന് ചുമ്മാ നടന്നിട്ട് വന്നാലോ? Yeah, that's a good idea. Idea is good, but leg is mine എന്ന് പണ്ട് ജഗതി പറഞ്ഞ പോലെ ഐഡിയ വളരെ നല്ല ഐഡിയ ആയിരുന്നു. പക്ഷെ ബെഡ് കണ്ടതേ നമ്മുടെ ഐഡിയ ഒക്കെ കാറ്റിപ്പറന്നു പോയി. പിന്നെ കുറച്ച് നേരം കൂടെ അവിടെ കിടന്നു. ഞങ്ങളിവിടെ കിടക്കുന്ന സമയത്ത് നിങ്ങൾ പോയി ഐറ്റിനറി കണ്ടിട്ട് വരൂ. ഈ കൺട്രി എത്ര റിച്ചാണെന്നറിയാൻ ഇവിടെ സൈറ്റ് സീയിങ്ങിന് കൊണ്ടുപോകുന്ന വണ്ടി കണ്ടാൽ മതി. യൂഷ്വലി എല്ലായിടത്തും ബസ്സൊക്കെ അല്ലേ. ഇവിടെ നോക്കിക്കാൻ വേറെ ലെവല്.
നല്ല അടിപൊളി ട്രെയിൻ. കയറാൻ പറ്റിയില്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റി. അങ്ങനെ ഇന്നത്തെ ഐറ്റനറിയിലെ ഫസ്റ്റ് ഐറ്റം ഷലൂൺ കാസിൽ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നലെ നിർത്തിയിടത്തുനിന്ന് തുടങ്ങുന്നു എന്ന് വേണം പറയാൻ. നമ്മളിപ്പം റെഡ് ഹൗസിൻ്റെ ആ ഏരിയയിലാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ച് നല്ലോണം കയറാനുണ്ട്. മൊത്തം ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അതും അത്യാവശ്യം എലവേഷൻ ഗെയിനും ഉണ്ട്. അപ്പോൾ കുറച്ച് മെല്ലനെ ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നമ്മൾ മെല്ലനെ കയറാൻ തുടങ്ങാൻ പോവാണ്. ഇന്നലെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഈ റെഡ് ഹൗസ് ഇരിക്കുന്ന സ്ഥലം ഒരു അടിപൊളി വ്യൂ ആണെന്ന്. അതിന് നേരെ ഓപ്പോസിറ്റ് എന്താ നീലു കാണുന്നത്? സ്നോ കവേർഡ് ആൽപ്സ്. സ്നോ കവേർഡ് ആൽപ്സ് കാണാം, ആൽപ്സിൻ്റെ മുകളിൽ. അപ്പോൾ അപ്പനും മോനും കൂടെ നിന്ന് അതിൻ്റെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറയുന്നുണ്ട് വാ ഇനി കുറേ കയറാണ്ട് പോവാന്ന് പറഞ്ഞ്. അപ്പോൾ ഇപ്പം ആണ് രണ്ടും വാ എന്നാൽ തുടങ്ങാം എന്നും പറഞ്ഞ് രണ്ടും വന്നിട്ടുണ്ട്. ഇവിടുന്ന് ശരിക്കും കുറച്ച് ദൂരം നല്ല വഴിയായിരുന്നു, നല്ല ഭംഗിയുള്ള വഴി. ഈ സ്ഥലം ഓർമ്മയുണ്ടോ നീലു? ഇവിടെയാണ്. ഇവിടെ 6 stones ഉണ്ട്. And the 6 stones come from 6 villages in Liechtenstein. എന്നിട്ട് ബാൽസേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വില്ലേജിൽ നിന്നാണ് അതിൻ്റെ സെൻറ്ററിലുള്ള മാർബിൾ വന്നിരിക്കുന്നത്. ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ നമ്മൾ ആ ഫൗണ്ടെയിൻ കണ്ടിട്ട് നേരെ നമ്മൾ മുകളിലേക്ക് നടക്കുവാണ്. ഞാൻ ഒരു ചെറിയ ഫോറസ്റ്റ് പോലത്തെ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടെയുള്ള വഴി കാണാൻ നല്ല രസമാണ്. ഇത് ആക്ച്വലി നല്ലൊരു പരിപാടിയായിരുന്നു. ഇതിനകത്ത് ഇങ്ങനെ ഇൻഫർമേഷൻ എഴുതി വെച്ചിട്ടുണ്ടാവും, അവിടുത്തെ ഓരോ മൃഗങ്ങളുടെയും അല്ലെ അവിടെയുള്ള ഏതൊക്കെ മരങ്ങളാണ് വളരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം നീലിനത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ഇങ്ങനെ ഈ ഇൻഫർമേഷൻ വായിക്കുന്നത്. അപ്പോൾ ഒരിടത്തുനിന്ന് മറ്റിടത്തേക്ക് അടുത്ത ബോർഡ് തപ്പി ഉള്ള പോക്ക് അത് കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നീലിന്. Thank you. ഇവിടുന്ന് നമ്മളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. അവർ നമ്മളോട് പറഞ്ഞു ഇവിടുന്ന് മുതൽ ഇനി മുകളിലേക്ക് കയറ്റാണ്, കുറച്ച് പാടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ സ്റ്റാർട്ടിങ് നമുക്ക് ഇവിടെ നിന്നൊരു വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വളരെ അടിപൊളി സ്ഥലം, ഭയങ്കര നല്ല വ്യൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത്. നീലാണെങ്കിൽ ഇപ്പോൾ ഒക്കെ നല്ല ഓടുന്നുണ്ട്. അതായത് ഒരു ഇൻഫർമേഷൻ കഴിഞ്ഞിട്ട് മറ്റേ ഇൻഫർമേഷൻ ബോർഡിൻ്റെ അടുത്തേക്ക് ഓടിയാണ് ആശാൻ പോകുന്നത്. പിന്നെ അവിടെ നല്ലൊരു ഈ വാട്ടർ ഫൗണ്ടൻ്റെ അവിടെയൊക്കെ ഭയങ്കര നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് അവൻ. ഇതാണ് ഫസ്റ്റ് കയറി ചെന്ന് കഴിയുമ്പോഴത്തെ ആദ്യത്തെ വ്യൂ പോയിൻറ്റ്. ഇവിടെ നിന്നാൽ ഫുള്ള് ലിസ്റ്റൻസ്റ്റൈൻ, താഴെ വാലി മൊത്തം കാണാം. ഇന്നലെ കാണിച്ചില്ലേ അതേപോലത്തെ വേറൊരു ലൊക്കേഷനാണിത്. ഇവിടെയും നല്ല വ്യൂ ആയിരുന്നു. ഇവിടുന്ന് നമ്മൾ കണ്ടു. ഇവിടെ വരെയൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഏറ്റവും കുഴപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ നല്ലോണം എൻജോയ് ചെയ്ത് നല്ല നിന്ന് ഫുള്ള് കണ്ട് അങ്ങനെയാണ് നമ്മൾ മുകളിലേക്ക് കയറുന്നത്. ഇനി ബാക്കി
ഇവിടെ മുതലാണ് ചെറുതായിട്ടൊന്ന് പണി വാളിയത്. ഇവിടെ മുതൽ നല്ല കയറ്റാണ്. പിന്നെ നമ്മൾ ഇരുന്നും കുറേ ഇതുപോലെ യോഗയൊക്കെ ചെയ്തൊക്കെയാണ് മുകളിലേക്ക് എത്തിയത്. അതിൻ്റെ ഇടയ്ക്കൊരു വലിയ കോമഡി സംഭവിച്ചു. ഈ മരം വെട്ടിയിട്ടിടത്തുനിന്ന് നീലിനോട് ഞങ്ങൾ പറഞ്ഞു അവിടെ കയറി അധികം കളിക്കണ്ട പറഞ്ഞിട്ട് ആശാൻ കേൾക്കുന്നില്ല. അവിടെ നിന്നിട്ട് ഭയങ്കര കളി. ഇപ്പം കണ്ടോണേ, ടപ്പ്. നല്ല പോസായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു നിമിഷം ഞാനൊന്ന് പേടിച്ചെങ്കിലും ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് ആശാൻ പറഞ്ഞ വഴി കൂടെ നടക്കണം, ഓനൊന്ന് വീണല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഓൻ പറയുന്ന വഴി കൂടെ പോകാവുള്ളൂ. അപ്പോൾ പ്രോപ്പർ വഴി എടുക്കാണ്ട് അവൻ പറഞ്ഞൊരു ഷോർട്ട് കട്ട് എടുക്കുകയാണ്. ഇതൊരു 1.5 എടുക്കലായിപ്പോയി. നടക്ക് ചെറുതായിട്ട് കുടുങ്ങി കഴിച്ചു. അയ്യോ മൈ ഗോഡ്, ഒരു ഷോർട്ട് കട്ട് എടുത്താണ്, അതൊരു വല്ലാത്ത കട്ടായിപ്പോയി. വഴിയും കാണുന്നില്ല. അങ്ങനെ അവസാനം പ്രോപ്പർ വഴിയിൽ വന്ന് കയറി. എന്തോരം കയറി എന്നറിയണേ, എൻ്റെ ശ്വാസം വലി കേട്ടു നോക്ക്. ഇവിടേക്ക് എത്തിയപ്പോഴത്തേക്ക് നീല് ശരിക്കും മടുത്തായിരുന്നു കേട്ടോ. കാരണം ഓൾറെഡി വഴി തെറ്റിയത്, പിന്നെ കുറേ ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ 5 കിലോമീറ്ററിൻ്റെ അടുത്ത് കയറി. അതിലും എലിവേഷൻ ഗെയിൻ നല്ലോണം ഉണ്ട്. ഇനി കുറച്ചും കൂടെ ഉള്ളൂ മുകളിലേക്ക്. പക്ഷെ അവന് തീരെ കയറാൻ പറ്റാത്തായപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ഗൂഗിൾ മാപ്പൊക്കെ വെച്ച് കൊടുത്തു. എത്ര മീറ്റർ ഉണ്ടോടാ? നോക്കി കയറുകയാണ് ആശാൻ. ഒരിച്ചിരി കൂടെ കയറിയാൽ മതി, നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തും. അങ്ങനെ നമ്മൾ എത്തി. ഇതാണ് ഷലൂൺ കാസിൽ. അതായത് 12ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു കാസിലാണ്. ഇത് 1200കളിൽ ഇത് ഹിസ്റ്ററിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് ഇത് കത്തിച്ചു കളഞ്ഞെന്നോ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഹിസ്റ്ററി വായിക്കുമ്പം പറയുന്നത്. എന്താണെങ്കിലും ഇവിടെ വരെ വന്ന് കയറി ഇത് കണ്ടപ്പം ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഞങ്ങൾക്ക്. ചിലപ്പം ചിലർക്ക് തോന്നും എന്താ ഈ ഒരു ഭിത്തി മാത്രം, കുറച്ച് മാത്രമേ മിച്ചമുള്ളൂ, അപ്പോൾ ഇത് കാണാൻ വേണ്ടി 6-7 കിലോമീറ്റർ മുകളിലേക്ക് കയറി വരണമെന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ഇത് വന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷനാണ്. എന്തോ ഒരു വലിയ കാര്യം ചെയ്ത പോലത്തെ ഒരു ഫീല്. അത് ഇവിടെ വന്ന് ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി ഒരു ഇരിപ്പുണ്ട്. ഇതാ ഈ കാണുന്ന ഇരിപ്പ്, അതൊരു വല്ലാത്ത സന്തോഷമാണ്. ഇപ്പം നമ്മൾ പറയായിരുന്നു ഒരു 5 മിനിറ്റ് മുന്നേ എന്തൊക്കെ സർക്കസ് കളിച്ചാൽ നീ ഇവിടെ വരെ കയറിയാന്നറിയോ, ഒന്ന് കയറണ്ട മടുത്തു. ഇപ്പം നോക്കിയാൽ ഒരു കമ്പെടുത്തിട്ട് ഒറ്റയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ട് കളിക്കുക ചങ്ങായി.
ശരിക്കും വീണു പോകാനായ ഒരു കാസിലിൻ്റെ അവശേഷിപ്പ്. പക്ഷെ അത് കാണാൻ പോലും എന്തൊരു ഭംഗിയാണ്. ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കൊരു ബോണസ് കിട്ടും. എനിക്ക് കിട്ടിയ ബോണസാണിത്. എനിക്കിതിന് മുന്നേ അഗ്യുദമീഡി ഷാമോനി അവിടെ പോയപ്പോഴും ഇതുപോലെ കറക്റ്റ് ആ സൂര്യൻ അതിൻ്റെ മുകളിൽ വന്ന് നിൽക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഈ കാസിലിൻ്റെ ചെറിയൊരു ഗ്യാപ്പിനിടയ്ക്ക് കൂടി ഇങ്ങനെ സൂര്യൻ വരുന്നത് അത് ഭയങ്കര ഒരു ബോണസ് തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ എൻഡിലെത്തി, അതായത് കുഴിച്ച് ഞാൻ അങ്ങ് എൻഡിലെത്തി എന്നാണ് പറയുന്നത്. അവസാനം എൻഡിലെത്തിയത് കൊണ്ട് തന്നെ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങാൻ പോവാം. തിരിച്ചിറങ്ങുന്ന വഴി നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയല്ല, വേറൊരു അടിപൊളി വഴി, കാട്ടിൻ്റെ അകത്ത് കൂടി നല്ലൊരു വഴിയായിരുന്നു. എനിക്ക് അങ്ങോട്ട് പോയ വഴീനെക്കാട്ടിലും തിരിച്ചു വന്ന വഴി കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടത്. കാരണം അങ്ങോട്ട് പോയ വഴിക്ക് ഏകദേശം ഒരേ ടൈപ്പായിരുന്നു, ഫുള്ള് ഭംഗി. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം പല 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 ലുക്കുള്ള വഴികളായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആരെങ്കിലും അവിടെ ഷലൂൺ കാസിൽ പോവുകയാണെങ്കിൽ എൻ്റെ റൈറ്റ് സൈഡിൽ താഴേക്കുള്ള വഴി കൂടി തിരിച്ചിറങ്ങാൻ നോക്കണം. അങ്ങനെ നടന്ന് നമ്മൾ വഡൂസ് എത്തി. തിരിച്ച് വഡൂസ് റീച്ചായി. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ ഇന്നലെ മുതൽ ആറ്റുനോറ്റിരുന്ന കഴിക്കാൻ കൊതിച്ച ലിസ്റ്റൻസ്റ്റൈൻ്റെ നാഷണൽ ഡിഷായ കാസ്ക്നോഫ്ല് പാസ്ത ചീസിൽ കുക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഡ്രൈഡ് ഒനിയൻസ് ഒക്കെ ഇട്ട ഒരു അടിപൊളി ഐറ്റം അത് കഴിച്ചു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുന്ന് നേരെ ബസ് പിടിച്ച് നേരെ ഞങ്ങൾ മുകളിൽ മെൽബൺ. മെൽബൺ 5250 അടി മുകളിൽ ലിസ്റ്റൻസ്റ്റൈൻ്റെ അഭിമാനമായ ഒരു ആൽപൈൻ വില്ലേജ്. അതെ, ഇവിടെയാണ് ലിസ്റ്റൻസ്റ്റൈൻ്റെ ഒരേ ഒരു സ്കീ റിസോർട്ടുള്ളത്. എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന് പറഞ്ഞ പോലെ ഇവിടെ എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും മഞ്ഞു മൂടിയ മലകൾ മാത്രം. ഇവിടെ വിൻ്റർ കാലത്ത് സ്കീയിങ്, സ്നോ ബോർഡിങ് അങ്ങനത്തെ സ്നോ ആക്ടിവിറ്റീസിനാണ് ആളുകൾ വരുന്നതെങ്കിൽ സമ്മർ ആകുമ്പോൾ ഇവിടെ വേറൊരു ഭംഗിയാണ്. ഇവിടെ നിറയെ വോക്കിംഗ് ട്രെയിൽസും ഹൈക്കിങ്ങും അങ്ങനെ ഏത് സീസണിലും വരാൻ പറ്റിയ ഒരു അടിപൊളി വില്ലേജ്. ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രമേ എനിക്ക് തോന്നാറുള്ളൂ ഈ ടൈം കഴിയാതിരുന്നിരുന്നെങ്കിൽ. നമുക്ക് തോന്നൂലേ ചിലപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ പോയിട്ട് തിരിച്ച് പോകാൻ തുടങ്ങുമ്പോൾ നമുക്ക് തോന്നും ഇത് തീരാതിരുന്നിരുന്നെങ്കിൽ. അതുപോലെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് സമയം കഴിയാനാകുമ്പോൾ തോന്നും ഇത് നമ്മൾ എത്ര പെട്ടെന്നാണ് ഇത് തീർന്നു പോയത്. അതുപോലെയായിരുന്നു മെൽബണിൽ ചെന്ന ഓരോ മിനിറ്റും. പെട്ടെന്ന് സമയം ഇങ്ങനെ ഓടിപ്പോകുന്ന പോലെ. നമുക്ക് തീരെ ടൈം കിട്ടിയില്ല മെൽബണിൽ. നമുക്കറിയില്ലായിരുന്നു ഇത് ഇത്ര ഭംഗിയുണ്ട് എന്ന്. സത്യം പറഞ്ഞാൽ നമുക്കറിയില്ലായിരുന്നു. ഇനി ചില സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ തിരിച്ച് ബസ് കയറുമ്പം നമ്മൾ അപ്പം തന്നെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും ബാലും
നമ്മൾ എന്താണേലും ഇവിടെ തിരിച്ചു വരുമെന്ന്. അങ്ങനെ നമ്മൾ പറഞ്ഞൊരു സ്ഥലമാണ്, നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെച്ചൊരു സ്ഥലമാണ് മൽബൺ. ഇവിടെയാണ് ലിസ്റ്റൻസ്റ്റൈനിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള പള്ളി. അതും 1950 വേൾഡ് വാർ സെക്കൻഡിന് ശേഷം ലിസ്റ്റൻസ്റ്റൈൻ അന്ന് ഒരു കുഴപ്പവും സംഭവിക്കാത്തപ്പോൾ അതിൻ്റെ നന്ദി സൂചകമായിട്ട് ഇവരുണ്ടാക്കിയ പള്ളിയാണ് സെയിൻറ്റ് ജോസഫ് ചാപ്പൽ. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ തന്നെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു അടിപൊളി പാർക്ക് ഉണ്ടെന്ന് നമുക്ക് ആദ്യം അറിയായിരുന്നു. അതുകൊണ്ട് നീല് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇത് യൂഷ്വലി ഇവിടെ മാത്രമല്ല, സ്വിറ്റ്സർലാൻഡിലാണേലും ഇവിടെ വന്നപ്പോഴാണേലും ആൽപൈൻ വില്ലേജുകളിൽ എവിടെ പോയാലും ഇങ്ങനെ നല്ല നല്ല വെറൈറ്റി കുറേ പാർക്കുകളുണ്ടാവും, പിള്ളേർക്ക് ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ. പിന്നെ ഇവിടെ ബാക്കിൽ നോക്കിയാൽ കാണാം ഇങ്ങനെ പല ഹൈറ്റിൽ സ്വിങ്ങിൻ്റെ ഇത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ സമ്മർ സീസൺ ആകുമ്പം അവിടെ ഇങ്ങനെ സ്വിങ് പല ഹൈറ്റിൽ സ്വിങ് വരും. അപ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് സമ്മറിൽ എന്തെങ്കിലും ഇവിടേക്ക് ഒരു ഹൈക്കിങ്ങിന് വേണ്ടി വന്നിട്ട് ഇവിടെ ഇത് കാണണം. അതും ഭയങ്കര ഒരു അടിപൊളി സംഭവമാണെന്നാണ് കേട്ടത്. അങ്ങനെ ഇവിടുന്നാണ് ഞങ്ങളുടെ ആ സ്വപ്നതുല്യമായ ഹൈക്ക്, സാസ്വേഗ് ഹൈക്ക് തുടങ്ങുന്നത്. ആകെ 5 കിലോമീറ്ററേ ഉള്ളൂ. ചെറിയ ഹൈക്കാണ്, ഇങ്ങനെ സർക്കുലർ പാത്തിലുള്ള ഒരു ഹൈക്ക്. പക്ഷേ ഭയങ്കര അടിപൊളി, കാണുമ്പോൾ തന്നെ അറിയാലോ, ഫുള്ളിങ്ങനെ സ്നോ ഒക്കെ വീണ് കിടന്ന് അതിൻ്റെ അകത്ത് കൂടി ഇങ്ങനെ നടക്കാം. ഇത് വർഷം മൊത്തം ഓപ്പൺ ആയിട്ടുള്ള ഒരു ഹൈക്കാണ്. പിന്നെ ഇങ്ങനത്തെയൊക്കെ വഴിയാണെങ്കിൽ ആരും 5 അല്ല 10 അല്ല 20 കിലോമീറ്ററോ ഈസി ആയിട്ട് നടന്നു പോകും. അത്ര ഭംഗിയുള്ള വഴികളാണ്. ഓരോ ടേണ് തിരിയുമ്പോഴും നമുക്ക് തോന്നും, ഓ ഇപ്പോൾ കണ്ടതാ ഏറ്റവും അടിപൊളി, ഇപ്പോൾ കണ്ടതാ ഏറ്റവും അടിപൊളി, അങ്ങനത്തെ ഒരു സ്ഥലം. പിന്നെ നമ്മളിങ്ങനെ നടന്ന് നമ്മൾ പോകുന്നത് സാസ് ലേക്ക് കാണാനാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സർക്കുലർ ഷേപ്പിലുള്ള ഒരു ട്രയൽ ആയതുകൊണ്ട് നമ്മൾ തിരിച്ച് മൽബണിലെ സിറ്റിയിൽ തന്നെ വരും എന്നാണ് ഒരു കാൽക്കുലേഷൻ. പിന്നെ ഇങ്ങനെ നടന്ന് കയറി ചെന്നപ്പോൾ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. പക്ഷെ സൈഡിലേക്കൊക്കെ പോകാൻ പേടിയാവും നമുക്ക്, കാരണം ഫുള്ളിങ്ങനെ മഞ്ഞ് വീണ് കിടക്കുന്നതുകൊണ്ട് നമുക്കറിയില്ല അതിൻ്റെ അറ്റം തീരാനായോ ഇല്ലയോ എന്നൊന്നും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കണ്ടതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങളിവിടെ വന്നു എന്നുള്ളതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നീലിൻ്റെ ഐഡിയ ആണ്, ഒരിക്കലും മാഞ്ഞു പോകാത്ത പോലെ അവിടെ ഫുട് പ്രിൻ്റ് നമ്മുടെ പതിപ്പിച്ചിട്ടുണ്ട്. നീലിനെ മാത്രമല്ല നമ്മുടേതും പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മളൊരു നടന്ന സത്യം മനസ്സിലാക്കിയത്. നമുക്ക് ഈ ട്രയൽ ഫുള്ള് നടന്നിട്ട് വരാൻ, അതായത് ഈ 5 കിലോമീറ്റർ കവർ ചെയ്ത് വരാനുള്ള ടൈമില്ല. അപ്പോഴത്തേക്ക് ലാസ്റ്റ് ബസ് പോവും, ലിസ്റ്റൻസ്റ്റൈൻ താഴേക്കുള്ള. അതുകൊണ്ട് നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. കയറിയ അത്രയും ദൂരം തന്നെ പരാജിതരായി നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും നമ്മൾ ഉറപ്പിക്കുകയാണ്, നമ്മൾ എന്താണേലും തിരിച്ചവിടെ പോയിരിക്കും. നമ്മളങ്ങനെ മൽബണിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ
നമ്മുടെ ഫാം ഹൗസിൻ്റെ ഓണർ അലക്സിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അലക്സ് രാവിലെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുമ്പോൾ എന്നെ വിളിക്കണമെന്ന്. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഈ സർപ്രൈസാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരുന്നത്. പുള്ളി നേരത്തെ ഇതെല്ലാം സെറ്റാക്കി അവിടെ ഫുള്ളൊരു അടിപൊളി നമ്മൾ ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ ഇത് കാണാൻ തന്നെ, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ശരിക്കും ഒറിജിനൽ തടിയൊക്കെ കത്തിക്കുന്ന ഇങ്ങനത്തെ ഒരു ഹീറ്റിംഗ് സെറ്റപ്പൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിന് സ്പെഷ്യൽ താങ്ക്സ് ടു അലക്സ്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഫാം ഹൗസിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത്ര അടിപൊളി സ്റ്റേ ആയിരുന്നു കേട്ടോ അവരുടെ. ഭയങ്കര നല്ല മനുഷ്യർ. അങ്ങനെ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ. സന്ധിക്കും വരേക്കും വണക്കം.